ഹായ് ഓൾ, ഏവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാം ഘട്ട LGS എക്സാം കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം? എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തോ? ഇന്ന് നമുക്ക് ആ ഒരു ചോദ്യ പേപ്പറിലെ ബയോളജി സെഷൻ ഒന്ന് അവലോകനം നടത്താം കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ 2 and 4. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അപ്പോൾ എന്താണ് പോർട്ടൽ രക്തപര്യനം അല്ലെങ്കിൽ എന്താണ് പോർട്ടൽ സിരകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് SCERT ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. പോർട്ടൽ രക്തപര്യനം. ചില സിരകൾ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. പോർട്ടൽ സിരകൾ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ്. അവ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ. ഈ ഒരു പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്നത് പോർട്ടൽ രക്തപര്യനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? ഉത്തരം പ്ലാസ്മോഡെസ്മേറ്റയാണ്. ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ. ഇതാണ് പ്ലാസ്മോഡെസ്മേറ്റ. ഒരു സസ്യകോശത്തിലെ പ്ലാസ്മോഡെസ്മേറ്റയാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള കോശദ്രവ്യപാതയാണ് പ്ലാസ്മോഡെസ്മേറ്റ. സസ്യകോശങ്ങളിലേതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റ് മൂന്നും നോക്കാം. ഒന്ന് കോശദ്രവ്യമാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. അന്തർദ്രവ്യജാലികയുടെ പുറം ഭാഗം അറിയപ്പെടുന്നതും കോശദ്രവ്യം എന്നാണ്. അന്തർദ്രവ്യജാലികയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. അടുത്തത് അന്തർദ്രവ്യജാലിക. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതും അന്തർദ്രവ്യജാലികയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം അന്തർദ്രവ്യജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലികയാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക. അടുത്തത് പ്ലാസ്മ സ്തരം. കോശത്തിന്റെ ആന്തരിക ഭാഗത്തെ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിക്കുന്നത് പ്ലാസ്മ സ്തരമാണ്. കോശത്തിന്റെ ആന്തരിക ഭാഗത്തെ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് പ്ലാസ്മ സ്തരം വേർതിരിക്കുന്നു. ഇത് സെമി പെർമിയബിൾ ആണ്. അതായത് പകുതി മാത്രം കടത്തിവിടുന്ന, പകുതി പ്രവേശനയോഗ്യമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഇരട്ട സ്തരമാണ് പ്ലാസ്മ സ്തരം. സെമി പെർമിയബിൾ ആയ കൊഴുപ്പടങ്ങിയ ഇരട്ട സ്തരമാണ് പ്ലാസ്മ സ്തരം. കോശങ്ങൾക്കകത്തും പുറത്തും ചില തന്മാത്രകളുടെ ചലനത്തെ മാത്രമാണ് ഇത് അനുവദിക്കുന്നത്. കോശങ്ങൾക്കകത്തും പുറത്തും ചില തന്മാത്രകളുടെ ചലനം മാത്രമാണ് പ്ലാസ്മ സ്തരം അനുവദിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ്. SCERT ടെക്സ്റ്റിൽ ഇപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. പ്ലൂറ എന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ്. ഈ സ്തരപ്പാളികൾക്കിടയിലെ പ്ലൂറാദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ഇതാണ് പ്ലൂറ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്ലൂറ എന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ്. ഈ സ്തരപാളികൾക്കിടയിലെ പ്ലൂറാദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. അപ്പോൾ അവിടെയുള്ള ദ്രവം പ്ലൂറാദ്രവം. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ അടുത്ത തന്നിരിക്കുന്നത് ശ്ലേഷ്മസ്തരമാണ്. ശ്ലേഷ്മസ്തരം
ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന ഭാഗത്തിൽ SRT കൊടുത്തിട്ടുണ്ട്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക് എന്ന്. അതുപോലെ ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുന്നു. നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, ശരീരഭാഗങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മസ്തരം. ശരീരഭാഗത്തെ പൊതിയുന്ന ആവരണമാണ് ശ്ലേഷ്മസ്തരം. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, അടുത്ത ഓപ്ഷൻ കൺജങ്ക്റ്റിവയാണ്. കൺജങ്ക്റ്റിവ തന്നിരിക്കുന്നത് ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം. കണ്ണിന്റെ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റിവ. ഓക്കെ, അടുത്തത് പെരികാർഡിയമാണ്. ഹൃദയം എന്ന ഭാഗത്തിൽ ഇവിടെ SRT കൊടുത്തിട്ടുണ്ട്. മനുഷ്യഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായി ഒഴുകുന്നത്. ഔരസാശയത്തിൽ മാറിലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഹൃദയമിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. ഹൃദയമിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. അപ്പോൾ എന്താണ് പെരികാർഡിയം? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഓപ്ഷൻ ബി, കരളാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കരളിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം അമോണിയ. കരളിലെ കോശങ്ങൾക്കുണ്ടാവുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എയും കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെയുമാണ്. ഓക്കെ, അത് കൂടാതെ കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജിയാണ് കേട്ടോ. ഹെപ്പറ്റോളജിയാണ് കരളിനെ കുറിച്ചുള്ള പഠനം. പിന്നെ കരൾ ഉത്തരമായിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്കൊന്ന് പറഞ്ഞു പോവാം. ശരീരത്തിന്റെ രാസപരീക്ഷണശാല കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവവും ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവവും കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരളാണ്. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം കരളാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം കരൾ.
ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജൻ വിഘടിച്ച് ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനം നടക്കുന്ന അവയവം കരളാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജൻ വിഘടിച്ച് ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനം നടക്കുന്ന അവയവം കരളാണ്. മദ്യം ബാധിക്കുന്ന ശരീരാവയവവും കരളാണ്. മദ്യം ബാധിക്കുന്ന ശരീരാവയവവും കരളാണ്. ഓക്കെ. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള അടുത്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പാൻക്രിയാസ് എന്നിവയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പീയൂഷഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യന്റെ തലച്ചോറിൽ സെല്ല ടെർസിക്ക എന്ന അസ്ഥിപേടകത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സെല്ല ടെർസിക്ക എന്ന അസ്ഥിപേടകത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥി. നായകഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും പീയൂഷ ഗ്രന്ഥിയാണ്. നായകഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും പീയൂഷ ഗ്രന്ഥിയാണ്. ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി എന്നത് പയർ വിത്തിന്റെ ആകൃതിയാണ്. പയർ വിത്തിന്റെ ആകൃതിയിലാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത്. അടുത്തത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ആണ് തൈമോസിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ആണ് തൈമോസിൻ. ഈ തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിന് പിന്നിലായും ഹൃദയത്തിന്റെയും മഹാധമനിയുടെയും മുന്നിലായും കാണപ്പെടുന്ന ദളങ്ങൾ പോലുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിന് പിന്നിലായും ഹൃദയത്തിന്റെയും മഹാധമനിയുടെയും മുന്നിലായും കാണപ്പെടുന്ന ദളങ്ങൾ പോലുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തിക്കലിനെയും നിയന്ത്രിക്കുന്നത് ഈ ഒരു തൈമസ് ഗ്രന്ഥിയാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതും ഈ തൈമസ് ഗ്രന്ഥിയാണ്. ഇവിടെ തൈമോസിൻ എന്നതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അടുത്തത് പാൻക്രിയാസ് ഗ്രന്ഥി. അന്തഃസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. സി ആകൃതിയിലുള്ള പക്വാശയത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. സി ആകൃതിയിലുള്ള പക്വാശയത്തിന് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അതുപോലെ ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതും പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ എന്നിവ. പാൻക്രിയാസിന്റെ അന്തഃസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ആണ് പാൻക്രിയാസിന്റെ അന്തഃസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം. കരളിൽ സംഭരിച്ചു വെക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഈ ഗ്ലൂക്കാഗോൺ. അതുപോലെ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണും ഗ്ലൂക്കാഗോൺ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവിനെ നിലനിർത്താൻ സഹായിക്കുന്നതും ഗ്ലൂക്കാഗോൺ ആണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കാഗോൺ ആണ്. കോശങ്ങളുടെ ഗ്ലൂക്കോസ് ആഗിരണവും വിനിയോഗവും കുറയ്ക്കുന്നതും ഗ്ലൂക്കാഗോൺ ആണ്. അതുപോലെ ഇൻസുലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ആണ്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു ഗ്ലൂക്കാഗോൺ. ബീറ്റ കോശങ്ങളുടേതാണ് ഇൻസുലിൻ.
അതുപോലെ ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണും ഇൻസുലിൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നോക്കാനുള്ളത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളാണ് ഈ ഒരു ഇൻസുലിനും ഗ്ലൂക്കാഗോണും. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഓപ്ഷൻ ബി മലമ്പനിയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഓപ്ഷൻ ബി മലമ്പനിയാണ്. പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലമുണ്ടാവുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. SCRT ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിറയലോടുകൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. രോഗകാരി പ്ലാസ്മോഡിയമാണ്. വാഹകർ അനോഫിലസ് പെൺകൊതുകുകളാണ്. ആതിഥേയ ജീവി മനുഷ്യനാണ്. മലമ്പനിയുടെ രോഗബാധ ഇപ്രകാരമാണുള്ളത്. രോഗകാരി പ്ലാസ്മോഡിയം, വാഹകർ അനോഫിലസ് പെൺകൊതുക്, അനോഫിലസ് ആണ്. ആതിഥേയ ജീവി മനുഷ്യനാണ്. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ക്ഷയം, ഇത് ഒരേ ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ക്ഷയരോഗം മുൻകാലങ്ങളിൽ വ്യാപകമായി ഭീതി പരത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം. രോഗകാരി വരുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇത് നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യ പേപ്പറിൽ തന്നെ വേറെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പറയാം. ക്ഷയത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ വരുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ച രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. അങ്ങനെയാണ് രോഗപകർച്ച ഉണ്ടാകുന്നത്. രോഗം ബാധിക്കുന്ന അവയവങ്ങൾ, ശരീരഭാഗങ്ങൾ, ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്ക, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. വാക്സിൻ BCG ആണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG വാക്സിൻ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ്. അടുത്ത ഓപ്ഷൻ എയ്ഡ്സ് ആണ്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. എയ്ഡ്സിന്റെ ഫുൾ ഫോം നോക്കാം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതുപോലെ HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ഓപ്ഷൻ എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ട് ആണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കളാണ് കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നത്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഇപ്രകാരമാണ്
എലിപ്പനിയെക്കുറിച്ച് SCERT-യിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 ഓപ്ഷനും പഠിച്ചു കഴിഞ്ഞു. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ. ഓക്കെ, അടുത്ത ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ. നമ്മൾ ഫൈബ്രിനോജൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. കെരാട്ടിൻ. അടുത്ത ഓപ്ഷനാണ് കെരാട്ടിൻ. ത്വക്കിനെ ദൃഢതയുള്ളതാക്കി മാറ്റുന്ന പ്രോട്ടീനാണ് കെരാട്ടിൻ. അതുപോലെ നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന മാംസ്യമാണ് കെരാട്ടിൻ. ത്വക്കിനെ ദൃഢതയുള്ളതാക്കി മാറ്റുന്ന പ്രോട്ടീൻ, നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന മാംസ്യമാണ് കെരാട്ടിൻ. അടുത്തത് ആൽബുമിനാണ്. ആൽബുമിൻ എന്താണ് ആൽബുമിൻ? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഗ്ലോബുലിനോ? എന്താണ് ഗ്ലോബുലിൻ? രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായകമാകുന്ന ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG ആണ്. EEG. SCERT-യിൽ ഇതാ ഇപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. ഉപകരണം, ഉപയോഗം എന്ന രീതിയിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം, അതാണ് EEG. ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിക്കുന്നു. അപ്പോൾ ECG എന്താണെന്ന് നോക്കാം. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. മറ്റു മൂന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അൾട്രാസൗണ്ട് സ്കാനർ. അൾട്രാസൗണ്ട് സ്കാനർ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ. CT സ്കാനർ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ. CT സ്കാനർ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ് CT സ്കാനർ ഉപയോഗിക്കുന്നത്. MRI സ്കാനർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. MRI ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ. ഈ വ്യത്യാസമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഓപ്ഷൻസിലെ ECG, EEG നമ്മൾ കണ്ടു. ഇനിയുള്ളത് BCG ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ക്ഷയരോഗത്തിനെതിരെ പ്രാഥമികമായി ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഈ BCG എന്ന് പറയുന്നത്. അടുത്തത് EAG ആണ്. അതായത് എസ്റ്റിമേറ്റഡ് ആവറേജ് ഗ്ലൂക്കോസ്. എസ്റ്റിമേറ്റഡ് ആവറേജ് ഗ്ലൂക്കോസ് ആണ് EAG. ഇതൊരു ആവറേജ് ബ്ലഡ് ഷുഗർ ലെവലിന്റെ ഒരു മെഷർമെന്റ് ആണ്. ഒരു 2-3 മന്ത്സ് കാലയളവിലുള്ള 2-3 മാസ കാലയളവിലുള്ള ഒരു ആവറേജ് ബ്ലഡ് ഷുഗറിന്റെ എസ്റ്റിമേഷൻ മെഷർമെന്റ് ആണ് ഈ ഒരു EAG കൊണ്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവറേജ് ഗ്ലൂക്കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗളിയറി ആണ്. നെഗ്ലേറിയ ഫൗളിയറി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്തിഷ്ക ജ്വരമാണ്. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെയാണ് ഈ പേരിൽ പറയുന്നത്. നെഗ്ലേറിയ ഫൗളിയറി എന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് കേട്ടോ. ബ്രെയിൻ ഈറ്റിംഗ് അമീബ. മൈക്കോ ബാക്ടീരിയ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മൈക്കോ ബാക്ടീരിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബർകുലോസിസിന് കാരണമാകുന്ന അതാണ്. ട്യൂബർകുലോസിസിന് കാരണമാകുന്ന രോഗാണുവാണ് മൈക്കോ ബാക്ടീരിയ.
ന്യൂമോകോക്കസ്. ന്യൂമോകോക്കസ് എന്ന് പറയുന്നത് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. ന്യൂമോകോക്കസ് ന്യൂമോണിയ, ഇത് പേരിൽ നിന്ന് കണക്ട് ചെയ്യാം അല്ലേ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് ഒരു കുടലിന്റെ അണുബാധയ്ക്ക് കാരണമാകുന്ന അമീബിയാസിസ് ആണ്. എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്നത് കുടലിലെ അണുബാധയാണ് അമീബിയാസിസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന രോഗാണുവാണ് ഈ എൻഡമീബ ഹിസ്റ്റോളിക്ക. എൻഡമീബ ഹിസ്റ്റോളിക്ക കാരണമാണ് കുടലിൽ ഉണ്ടാകുന്ന അണുബാധ, അതായത് അമീബിയാസിസ് എന്ന് പറയുന്ന അണുബാധ ഉണ്ടാകുന്നത്. അതിന് കാരണമാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ബയോളജിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്കുള്ളതിന് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.